നല്ല എരിവുള്ള ഒരു മത്തിക്കറി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാവേ. 1 കിലോ വലിയ മത്തിയായിരുന്നു. അത് നല്ലതുപോലെ വെട്ടിക്കഴുകി ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കറിക്ക് വേണ്ടിയിട്ട് ഒരു 4 അല്ലി വെളുത്തുള്ളി, അത് വലിയ വെളുത്തുള്ളി ആയിരുന്നു. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ നല്ലതുപോലെ ചതച്ചെടുക്കാം. ഒരു ഇടികല്ലിലോ ഒരു മിക്സിയുടെ ജാറിലോ ഇട്ട് അത് നല്ലതുപോലെ ചതച്ചെടുക്കാം. പിന്നെ വേണ്ടത് 2 പച്ചമുളകാണ്. പിന്നെ ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 4-5 ചുള കുടംപുളി നല്ലതുപോലെ കഴുകി അതൊന്ന് സോക്ക് ചെയ്യാനായിട്ട് ഇടുന്നുണ്ട്. ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് മൊത്തം പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവായും കൂടി ഇട്ടൊന്ന് മൂപ്പിക്കാം. ഉലുവ നല്ലതുപോലെ മൂത്ത് അതിൻ്റെ കളറൊക്കെ മാറി വന്നു കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇതിലേക്ക് തന്നെ 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകായിരുന്നു, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോകാനിടയുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 3.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല എരിവുള്ള മുളക് പൊടിയായിരുന്നു. അത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ എണ്ണയൊക്കെ നല്ലതുപോലെ തിളച്ച് കിടന്നതായതുകൊണ്ട് ആ ചൂടിൽ തന്നെ ആ പൊടികളുടെയൊക്കെ പച്ചമണം മാറാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് അത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. പൊടിയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുതിരാൻ വെച്ചിരുന്ന ആ കുടംപുളിയില്ലേ, ആ കുടംപുളിയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് നല്ല ചൂടുള്ള വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് അടച്ച് വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ഇട്ട് കൊടുക്കാം. മത്തി ഇട്ട് കൊടുത്തിട്ട് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് അത് നല്ലതുപോലെ തിളച്ച് വന്ന് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ടൊരു 15 മിനിറ്റ് നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഞാൻ ഉള്ളിയും തക്കാളിയും ഒന്നും ചേർത്തിട്ടില്ല. പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റാണ്. കറിയൊക്കെ നല്ലതുപോലെ വെന്ത് കഴിയുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഒരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെക്കാം. പിറ്റേ ദിവസം ആകുമ്പോൾ ഈ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉപ്പും മുളകും പുളിയൊക്കെ പിടിച്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.